ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നലെ കുറച്ച് സിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് സിസ്റ്റം മൊത്തം ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ OBSും റെക്കോർഡ് ചെയ്യുന്ന സാധനം എല്ലാം പോയതുകൊണ്ട് ഇന്നലെ എന്താ പറയുക, ട്രേഡൊന്നും പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ OBS എല്ലാം റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. ഇന്ന് നല്ല സൂപ്പർ ഡേ ആയിരുന്നു. ഇന്ന് രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ താഴത്തേക്ക് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. സെയിം ടൈമിൽ നിഫ്റ്റിയിലും കുറച്ച് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിരുന്നു. ഇവിടെ ഉണ്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഡേ ലോ ബ്രേക്ക് ചെയ്ത് പ്രീവിയസ് ഡേൻ്റെ ലോവും ബ്രേക്ക് ചെയ്തിട്ട് കണ്ട ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിം ടൈമിൽ ബാങ്ക് നിഫ്റ്റിയിൽ അത്ര മൂവില്ല, ജസ്റ്റ് ഒന്ന് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് കയറി ഇവിടെ അല്ല കയറി, ഇവിടുന്ന് ഈ മുകളിൽ പോയിട്ട് ഈ രണ്ടാമത് ഇവിടെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തല്ലോ, ഇവിടെ ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് തന്നെ കയറിയത്. ഞാൻ ഈ ഒരു ഇവിടെ ഒക്കെ എത്തിയപ്പോൾ ഞാൻ കയറി ഒരു 50 പോയിന്റ് SL വെച്ചിട്ട്. 50 പോയിന്റ് 25 ഉണ്ടാവും. 50 പോയിന്റ് SL വെച്ച് എൻ്റർ ചെയ്ത് ഫസ്റ്റത്തെ ഒരു ക്യാൻഡിൽ തന്നെ ഇവിടെ ഒരു 100 പോയിന്റോളം കിട്ടി. ഈ ഒരു വിക്കുള്ള ക്യാൻഡിൽ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഈ ഒരു ഫോട്ടോ ഞാൻ സ്റ്റോറിയിൽ ഇട്ടിരുന്നു. എൻ്റർ ചെയ്ത് ഫസ്റ്റ് ഈ ക്യാൻഡിലാണ് ഞാൻ എൻ്റർ ആയത്. ഈ ലോ ബ്രേക്ക് ആയത് ഈ ക്യാൻഡിലാണ്. എൻ്റർ ചെയ്തതിൻ്റെ അപ്പം തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഇത് 100 പോയിന്റോളം മുകളിലേക്ക് പോയി. എന്നിട്ട് അതേപോലെ താഴത്തേക്കും വന്നു. ഞാൻ SL അടിക്കുമെന്ന് വിചാരിച്ചിരുന്നു, അടിച്ചില്ല. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പതുക്കനെ അഴിഞ്ഞ് ഒരു 100 പോയിന്റ് എത്തി വെക്കുമ്പോൾ ഞാൻ 100 പോയിന്റ് നല്ലൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് കുറച്ചൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ 100 പോയിന്റിൽ SL ട്രെയിൽ ചെയ്ത് വെച്ചു. അത് വന്ന് അടിച്ചു. അപ്പോൾ ഒരു 30 ക്വാണ്ടിറ്റി എടുത്ത് ഒരു 100 പോയിന്റ് കിട്ടിയപ്പോൾ ഒരു 3000 സംതിങ് അതിൽ പ്രോഫിറ്റ് വന്നു. പിന്നെ ആ മൂമെന്റ് വരുമ്പോൾ ഇവിടുന്ന് കേട്ടോ, ഈ ഒരു മൂമെന്റ് കഴിഞ്ഞപ്പോഴാണ് അത് ക്യാപ്ചർ ആയത്. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയില്ല. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ആക്കിയിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ടാർഗറ്റ് ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ ഇല്ലേ, ഈ ഒരു ഏരിയ അല്ലേ, ഇതുവരെ ആയിരുന്നു. അപ്പം ഞാൻ ഇതുവരെ പോകുന്നില്ലായിരുന്നു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഈ ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എൻ്റർ ചെയ്യാൻ നോക്കി. കുറച്ച് പ്രോഫിറ്റ് കാണിച്ചു. പിന്നെ അത് താഴത്തേക്ക് ഇങ്ങനെ വരുന്ന കണ്ടോക്കുമ്പോൾ ഞാനത് കോസ്റ്റ് ആക്കി വെച്ച് എക്സിറ്റ് ചെയ്തു. പിന്നെ ഇതിലൊന്നും ഞാനൊന്നും ചെയ്തില്ല. ഈ മോൾക്ക് പോകുമ്പോൾ ഞാനൊരു റിവേഴ്സലിനുള്ള പ്ലാൻ സെറ്റപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ട്രെൻഡ് ലൈൻ അല്ല, ഈ നമ്മുടെ ഫിബ് വരക്കുമ്പോൾ ആൾക്കാർ ട്രാപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 0.5 to 0.6 ലെവലിൽ ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ആയിട്ട് മുകളിലേക്ക് പോവും, അല്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ട് താഴത്തേക്ക് വരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിബൊക്കെ വരക്കും. എന്നിട്ട് ഈ റേഞ്ചിൽ മാർക്കറ്റ് എന്താണ് ചെയ്യാൻ, ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യാനാണ് കാണിപ്പിക്കുന്നതെന്ന് നോക്കും. ഇപ്പൊ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, 6 ബ്രേക്ക് ഔട്ട് ആയി, 0.7 ബ്രേക്ക് ഔട്ട് ആയി. എന്നിട്ട് അവിടുന്ന് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്നൊന്നും എൻ്റർ ചെയ്തില്ല. ഇവിടുന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി അല്ലേ, വെറുതെ ഇവിടുന്ന് സൈഡ് വൈസ് ആവുകയാണെന്നുണ്ടെങ്കിലും വെറുതെ പ്രീമിയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഒരു വെറൈറ്റിക്ക് നിഫ്റ്റീനെ പിടിച്ചു. നിഫ്റ്റി സെയിം സിറ്റുവേഷനെ ചെയ്യണ്ടായിരുന്നു. പക്ഷെ നിഫ്റ്റി എന്ന് വെച്ചാൽ 5, 6 ബ്രേക്ക് ഔട്ട് ചെയ്യണേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇതിൽ ഈ വലിയ ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ടൈം എത്രയാണെന്ന് അറിയോ? 14:12 പറഞ്ഞാൽ ഇതാണ്, ഈ ക്യാൻഡിലാണ്, ഇവിടെ ഇതാണ്. അപ്പം ഇതിൽ ഞാൻ എൻ്റർ ചെയ്തു. ഇതിൽ താഴത്തേക്കുള്ള ഒരു മൂവ് കിട്ടി, ഇതുവരെയുള്ളത് കിട്ടി. ഞാൻ ഈ ലോ ബ്രേക്ക് ചെയ്യുന്ന വിചാരിച്ചു. ഇവിടെ വരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്തായാലും നിഫ്റ്റിയിൽ ഏകദേശം അതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു 2200 സംതിങ് ഇത് കിട്ടി. നിഫ്റ്റിയിലും ഇതിലും രണ്ടിലും കോൾ സൈഡിൽ ഒരു ചെറിയ ലോസ് ഉണ്ട്. ഒരു 835 ഒരു 36 സംതിങ് റുപ്പീസും ലോസ്. അത് നേരത്തെ പറഞ്ഞ ഈ മൂവ്മെന്റിൽ ഈ മൂവ്മെന്റിൽ ലോസ് വന്നതാണ്. രണ്ടിലും സെയിം ടൈമിൽ മോളിക്കുള്ളൊരു ഇതിൽ ലോസ് വന്നത് ചെറിയ ലോസുള്ളൂ. ഓവറോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4450 റുപ്പീസ് പ്രോഫിറ്റിലാണ്. രാവിലെ കുറച്ച് ലേറ്റായിപ്പോയി ട്രേഡ് ചെയ്യാൻ വേണ്ടി, ഇവിടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ
മോർണിംഗ് അനാലിസിസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആ ടൈമിൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നാളെ മുതൽ നല്ലൊരു വീഡിയോ സെറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം, എല്ലാവരും ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടാത്ത ദിവസം ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ലൈവ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ ഫോട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ജിജി ബോയ്സ്.